ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനൽ കൊച്ചിയിലാണുള്ളത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ വഴി ഒരു യാത്ര. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്യാം, എങ്ങനെ ടിക്കറ്റുകൾ എടുക്കാം, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണോ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കൂടുതലായിട്ടും പറയുന്നുണ്ട്. അതുപോലെ കൊച്ചിയുടെ ഭംഗിയാർന്ന ഞാൻ അനുഭവിച്ച പോലെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നതായിരിക്കും. വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എൻ്റർ ആകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് നമുക്കൊരു സെക്യൂരിറ്റി ചെക്കപ്പാണ്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ സെൻറ്റർ. ഇതാണ് ഇവിടുത്തെ മെയിൻ ടിക്കറ്റ് സെൻറ്റർ കൗണ്ടർ. ഞങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് എടുത്തൊരു ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 അതുകൊണ്ട് തന്നെ ആളുകളുടെ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ എടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വാട്ടർ മെട്രോയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ടൊക്കെ തന്നെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു വാട്ടർ മെട്രോയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു എൻട്രിയും ഭാഗങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മളുടെ വാട്ടർ മെട്രോയിലേക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ നമുക്കുള്ള കയ്യിലുള്ള ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് എൻ്റർ ചെയ്യാം. ഈ വാട്ടർ മെട്രോയുടെ സ്റ്റാഫുകളൊക്കെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവരും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കും അങ്ങനെ ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയും സ്റ്റക്കായിട്ടൊന്നും ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ഞങ്ങൾക്കുള്ള ടൈം 9:05 ഞങ്ങളുടെ വാട്ടർ മെട്രോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു 20 മിനിറ്റ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കാത്തിരിപ്പുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ബോട്ടിലേക്ക് കയറാനുള്ള എൻട്രൻസിലേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പായിട്ടും നമുക്കൊരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടായിരിക്കും. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആളുകളുടെ എണ്ണം ഇത്ര കൗണ്ട് ആളുകൾക്ക് മാത്രമേ ഒരു സമയം ബോട്ടിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഫോണ്ടൂണിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ബോട്ടിൻ്റെ പേരാണ് തലശ്ശേരി. ഇവിടെയുള്ള ഓരോ ബോട്ടുകൾക്കും ഓരോ കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ശരിക്കും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകേണ്ട ബോട്ട് ഇതല്ല. ഈ ബോട്ടിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം നമ്മൾ ആ ഒരു നമ്മളുടെ ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ബോട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പിലൊന്നും കുട്ടികളൊന്നും വീഴാതെ സൂക്ഷിക്കണം. അങ്ങനെ നമ്മളുടെ വാട്ടർ മെട്രോയുടെ അകത്തേക്ക് എൻട്രി ചെയ്യുകയാണ്. കിട്ടിയതിലൊരു സൈഡ് സീറ്റ് തന്നെ ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്തു. കാരണം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ സൈഡിൽ കാണുന്നത് നമ്മളുടെ മറൈൻ ഡ്രൈവ് ആണ്. അങ്ങനെ കൃത്യസമയത്ത് നമ്മളുടെ വാട്ടർ മെട്രോ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് എടുത്തു. ശരിക്കും വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഈ ഒരു വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ. ഇതിപ്പോൾ റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ വളരെ നല്ല എന്താ പറയുക, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു അനുഭവമായിരിക്കും. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് ടെർമിനലിനോട് വിട പറയുകയാണ്. ഇനി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്.
ഫൈനലി ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് പോയ അതേ വാട്ടർ മെട്രോയിൽ തന്നെ തിരിച്ച് ഹൈക്കോ ടെർമിനലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.